ഇവളെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, അത് നോക്കി. ശരി ബാബ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു പുതിയ വ്ളോഗാണ്. നമ്മളിന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഷെയ്ഖ് ഖലീഫ മോസ്കിലോട്ടാണ് നമ്മളിന്ന് നോമ്പ് തുറയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ നോമ്പ് തുറയ്ക്കുള്ള ഫുഡിൻ്റെ ഇതൊക്കെ നമുക്ക് നോക്കാം. നമ്മളവിടെ എത്തിയപ്പോഴേക്കും 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫുള്ള് അറേഞ്ച്മെൻറ്റ്സ് നടന്നിട്ടിരിക്കുകയാണ്. വരുന്നവർക്കുള്ള ഫുഡൊക്കെ അവർ ഓൾറെഡി നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ ഓരോ റോയും ഫില്ലാക്കിയാണ്. അങ്ങനെയാണ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പം നമ്മളും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരു റോയിൽ. അത് കഴിഞ്ഞിട്ടും ആൾക്കാർ വന്നിട്ടിരിക്കുകയായിരുന്നു. ഫുള്ള് ഫില്ലായിട്ടുണ്ടായിരുന്നു. 1000-ലേറെ ആൾക്കാർക്കുള്ള ഫുഡ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തികയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇതിൽ കിട്ടുന്ന ഫുഡ്, ഇഫ്താർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു സാലഡ്, ഒരു വെജ് കറി, പിന്നെ ഒരു മസാല കുറവായിട്ടുള്ള ഒരു റൈസ് വിത്ത് ചിക്കൻ, പിന്നെ ഡേറ്റ്സ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഒരു ലബാൻ, പിന്നെ അതിനോടൊപ്പം നമുക്കൊരു ജ്യൂസും കിട്ടുന്നുണ്ട്, പിന്നെ വെള്ളവും. ഇത്രയാണ് ഇവിടുത്തെ ഫുഡ്. നല്ല ഫുഡാണ്. നമുക്ക് എല്ലാവർക്കും പോയി കഴിക്കാവുന്നതാണ്. റമദാൻ 30 ഡേയ്സ് വരെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവിടെ ഫുൾ ഫുഡ് ഫ്രീ ആണ്. ഇഫ്താറിനുള്ള ഫുഡ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി കഴിക്കാവുന്നതാണ്. ഫുഡെല്ലാം കഴിച്ച ശേഷം നമ്മൾ അടുത്തുള്ള സഫയിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇക്കായും ഇവിടെ ഓരോന്ന് നോക്കിയിട്ടിരിക്കുകയാണ്, എന്തോ വാങ്ങണം. ജസ്റ്റ് ഒന്ന് ഓൾറൗണ്ട് ചുമ്മാ നോക്കുകയാണ്, എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെ നോക്കി. പിന്നെ ഇക്കയുടെ ഫ്രണ്ടും ഫുള്ള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത്. ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും അത്ര ഓഫർ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ പോയ സമയത്ത്. പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.